കേരള സർവകലാശാല ആസ്ഥാനത്തെ LLB സമരം അവസാനിപ്പിച്ചെങ്കിലും വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മലിനെതിരെ പ്രതിഷേധം തുടരാൻ SFI. വന്ദേമാതരവുമായി ബന്ധപ്പെട്ട മോഹനൻ കുന്നുമ്മലിന്റെ പ്രസംഗം മുതൽ CJP വിമർശനം വരെ ഉയർത്തി പ്രതിഷേധം കടുപ്പിക്കാനാണ് നീക്കം. VC സർവകലാശാല ആസ്ഥാനത്തെത്തുന്ന ഘട്ടത്തിൽ തടയുന്നതടക്കം ശക്തമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കും. ഗോപാൽ ഷീലാസനലാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഗോപാൽ, ഗുഡ് മോർണിംഗ്. അങ്ങനെയെങ്കിൽ സമരം നിർത്തിയെന്ന് പറയുമ്പോഴും പ്രശ്നങ്ങൾ അവിടെ തീരുന്നില്ലല്ലോ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇപ്പോൾ താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുന്ന സമരം LLB വിഷയവുമായി ബന്ധപ്പെട്ട ആ ഒരു സമരം മാത്രമാണ്. അവിടെ SFIയും അതിനോടൊപ്പം തന്നെ സമാന്തരമായി സ്വതന്ത്ര വിദ്യാർത്ഥി സംഘടനയും അവിടെ സമരം നടത്തി വരികയായിരുന്നു. ഇന്നലെ വൈകുന്നേരം സിൻഡിക്കേറ്റ് അംഗങ്ങളുമായി വിദ്യാർത്ഥി പ്രതിനിധികൾ നടത്തിയ ചർച്ചയിൽ 4 പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ പരിഗണിക്കാമെന്ന് ഉറപ്പ് കിട്ടിയതോടുകൂടി ഓണക്കാലമായതിനാൽ തന്നെ തൽക്കാലം ഈ സമരത്തിൽ നിന്ന് പിന്മാറാൻ SFIയും മറ്റ് സംഘടനകളും തീരുമാനിക്കുകയായിരുന്നു. പക്ഷെ അവിടെ അവസാനിപ്പിച്ചിരിക്കുന്നത് LLB സമരം മാത്രമാണ്. പക്ഷെ മോഹനൻ കുന്നുമ്മൽ എന്ന വൈസ് ചാൻസലർക്കെതിരായ സമരം അവസാനിപ്പിക്കാൻ ഒരു കാരണവശാലും തയ്യാറല്ല എന്നതാണ് SFIയുടെ നിലവിലെ പ്രഖ്യാപനം. ഇന്നലെയൊക്കെ നമ്മൾ കണ്ടതാണ്. LLB സമരം ഉണ്ടെങ്കിൽ പോലും അതിൽ ലക്ഷ്യം വെച്ചിരുന്നത് മോഹൻ കുന്നുമ്മലെയാണ്. കാരണം കാവ്യവേഷമണിഞ്ഞ RSS വേഷമണിഞ്ഞ മോഹൻ കുന്നുമ്മലിന്റെ നെറ്റിയിൽ പൊട്ടുകുത്തുന്ന അടക്കമുള്ള തരത്തിലേക്ക് അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹത്തെ പ്രതിചേർത്തുകൊണ്ടുള്ള പ്രതിഷേധ സമരങ്ങളാണ് SFI കഴിഞ്ഞ ദിവസം നടത്തിയത്. അത്തരത്തിൽ അക്രമ സംഭവങ്ങളിലേക്ക് പോകാതെ പ്രതീകാത്മകമായി ഒരു വലിയ തരത്തിലേക്ക് സംഘർഷ സാഹചര്യം ഒരുക്കാതെയുള്ള വ്യത്യസ്ത സമരരീതികളാണ് ഈ ഘട്ടത്തിൽ SFI തിരുവനന്തപുരത്ത് സ്വീകരിച്ചിരിക്കുന്നത്. അതേ സമരരീതികൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഒരു വശത്ത് സംഘടന തീരുമാനിച്ചിരിക്കുന്നത്. മറുവശത്ത് തിരുവനന്തപുരത്ത് ദിവസങ്ങളായി മോഹൻ കുന്നുമ്മൽ ഉണ്ട് എങ്കിലും പക്ഷേ അദ്ദേഹം ഇതുവരെയും സർവകലാശാലയിലേക്ക് എത്തിയിട്ടില്ല. പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ സർവകലാശാലയുമായി ബന്ധപ്പെട്ട യോഗങ്ങളിൽ ഓൺലൈനായൊക്കെ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ സർവകലാശാലയിലേക്ക് അദ്ദേഹം ഇതുവരെയും എത്തിയിട്ടില്ല. സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം എത്താത്തത് എന്നതാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. എങ്കിലും അദ്ദേഹം എന്നാണോ സർവകലാശാലയിലേക്ക് എത്തുന്നത് ആ ദിവസം വലിയ തരത്തിലേക്കുള്ള പ്രതിഷേധം അദ്ദേഹത്തെ തടയുന്നതടക്കമുള്ള ഇതാദ്യമായിട്ടല്ല അദ്ദേഹത്തിനെ തടയാനുള്ള SFIയുടെ നീക്കം ഉണ്ടാകുന്നത്. മുൻപ് തടഞ്ഞിട്ടുണ്ട്. വലിയ തരത്തിലേക്ക് സംഘർഷത്തിലേക്ക് പോയിട്ടുണ്ട്. ഒരുപാട് വിദ്യാർത്ഥികൾ അറസ്റ്റ് വരിക്കുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയിട്ടുണ്ട്. അത്തരത്തിൽ മോഹൻ കുന്നുമ്മലിനെ സർവകലാശാലയ്ക്ക് അകത്തും പുറത്തും തടയുന്ന തരത്തിലേക്കുള്ള ഒരു സമരത്തിന് SFI ഒരുങ്ങുകയാണ്. പക്ഷെ അതിപ്പോൾ ഈ ഓണം വെക്കേഷനൊക്കെ ഉണ്ടാകുന്നതിന് മുൻപായി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്ന ചോദ്യമൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ 21-ാം തീയതി അദ്ദേഹം സർവകലാശാലയിലേക്ക് വരുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും സുരക്ഷാ പ്രശ്നങ്ങൾ മൂലം അത് മാറ്റിവെച്ചു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറുവശത്ത് സർവകലാശാലയ്ക്ക് സുരക്ഷ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇതിനോടകം തന്നെ രജിസ്ട്രാർ പോലീസിൽ പരാതി നൽകിയിരുന്നു. സർവകലാശാലയിലെ അന്തരീക്ഷം മോശമാണ്. ജീവനക്കാർക്കും അതിനോടൊപ്പം തന്നെ സർവകലാശാലയിൽ എത്തുന്ന വിദ്യാർത്ഥികൾക്കും സുരക്ഷയില്ലാത്തൊരു സാഹചര്യമുണ്ട്. സർവകലാശാലയ്ക്ക് അവമതിപ്പുണ്ടാക്കുന്ന തരത്തിലേക്കുള്ള ഇടപെടൽ SFIയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായി തന്നെ പോലീസ് സുരക്ഷ ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം രജിസ്ട്രാർ നൽകിയ ഒരു പരാതി ഉണ്ടായിരുന്നു. അതിന്റെ പിന്നാലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ സർവകലാശാലയിൽ നടന്ന വിവിധ സമരങ്ങൾ, അത് മോഹൻ കുന്നുമ്മലിനെതിരെ നടത്തിയ സമരം ഉൾപ്പെടെയുള്ള സമരങ്ങളിൽ 10 SFI പ്രവർത്തകർക്കെതിരെ SFI സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും അടക്കമുള്ളവ, ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർക്കെതിരെ ഇതിനോടകം തന്നെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സർവകലാശാലയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു, അതിനോടൊപ്പം തന്നെ അക്രമം നടത്താൻ ശ്രമിച്ചു, പടക്കം പൊട്ടിച്ചു, രജിസ്ട്രാറെയും മറ്റ് ജീവനക്കാരെയും അസഭ്യം പറഞ്ഞു എന്നതടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ടാണ് ഈ SFI പ്രവർത്തകർക്കെതിരെ പ്രതിഷേധം തുടരാൻ തന്നെയാണ് SFIയുടെ തീരുമാനം എന്നുള്ളതാണ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.